ഉള്ള സമയത്ത് നമുക്ക് അതിൻ്റെ വില ഉണ്ടാവില്ല. എന്തായാലും കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില ഉള്ളപ്പോൾ ഇല്ലാത്ത പോലെയാണ്. അച്ഛനില്ലെങ്കിലാണ് ഇപ്പം എനിക്ക് മനസ്സിലാവണം എത്രത്തോളം വില ഉണ്ടെന്നുള്ളത്. അച്ഛൻ ആക്ച്വലി എനിക്ക് ഫാദർ ഇല്ല, ചെറുപ്പത്തിൽ പോയതാണ്. പക്ഷേ ഫാദർ അന്ന് ഓർത്തു, ഫാദറൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഇതായിട്ട് ജീവിക്കാൻ പറ്റും. പെൺകുട്ടികളോട് ചോദിക്കുകയാണെങ്കിൽ പൊതുവേ അവർ പറയും എൻ്റെ ഹീറോ ആരാന്ന് വെച്ചാൽ എൻ്റെ അച്ഛനാണെന്നേ പറയുള്ളൂ. ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ അച്ഛനോളം വേറെ ഒന്നും വരത്തില്ല ലോകത്തിൽ. അവരുടെ സ്നേഹമാണ് പ്യുവറായിട്ടുള്ളത്. നമുക്ക് സ്യൂട്ടാവണമെന്ന് തോന്നിയ എത്ര വാല്യൂ ഉള്ള സംഭവമായിരുന്നാലും ആ നിമിഷം നമുക്ക് കളയാൻ പറ്റുന്നതാണ് എൻ്റെ അച്ഛൻ്റെ എന്ന് പഠിച്ച കാലം. പറഞ്ഞ പഴയ കാലഘട്ടത്തിലൊക്കെ അപ്പനോടുള്ള ഒരു റെസ്പെക്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജൂൺ 16 ഫാദേഴ്സ് ഡേ ആണ്, അറിയാലോ. അപ്പോൾ ചേട്ടൻ്റെ അച്ഛനിൽ നിന്ന് പഠിച്ച ഒരു പാഠം എന്താണ്? ഭയങ്കര സിമ്പിളായി ജീവിക്കുക, ഹമ്പിളാകുക, വേറൊന്നും പഠിച്ചിട്ടില്ല. നാളെ ഇപ്പോൾ ചേട്ടൻ്റെ ഒരു മകൻ ഉണ്ടാവാന്നിരിക്കട്ടെ, അല്ലെങ്കിൽ മകൾ ഉണ്ടാവാന്നിരിക്കട്ടെ, കൊടുക്കുന്ന ഒരു ഉപദേശം എന്തായിരിക്കും? സെയിം, എക്സാക്ട്ലി സെയിം. ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ കൊടുക്കും. ആക്ച്വലി എനിക്ക് ഫാദർ ഇല്ല, ചെറുപ്പത്തിൽ പോയതാണ്. പക്ഷേ ഫാദർ അന്ന് ഓർത്തു, ഫാദറൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഇതായിട്ട് ജീവിക്കാൻ പറ്റും. അവർ നമ്മളൊക്കെ നോക്കിയത് അവരിപ്പോഴാണ് അതിൻ്റെ വേദന ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. നമ്മളിപ്പോൾ ഒറ്റപ്പെട്ട് ജീവിച്ചിങ്ങനെ വരുവാണല്ലോ. അപ്പോൾ ബ്രോയുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഉപദേശം എന്തായിരിക്കും? സ്വന്തം കാലിൽ നിൽക്കുക, അത്ര ഉള്ളൂ. സ്വന്തം കാര്യങ്ങൾ നോക്കി ചെറുപ്പത്തിൽ നിന്ന് പഠിക്കണം. അപ്പോൾ ചെറുപ്പം തൊട്ട് നമ്മൾ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിവിജ്വലായിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിച്ച് പഠിച്ചാൽ നമുക്ക് സേഫാണ്. ഇപ്പോൾ എൻ്റെ ഫാദർ ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു ഗുണം കിട്ടി. ഞാൻ ഇൻഡിവിജ്വലായിട്ട് നിന്ന് ഇത്രയും കാലം നിന്ന് പഠിച്ചു. ആദ്യമൊക്കെ സ്ട്രഗിൾ ആയിരിക്കും, പിന്നെ ശീലമായി കഴിഞ്ഞാൽ നമുക്കത്. പക്ഷെ അപ്പോൾ മനസ്സിലാവും ഫാദറിൻ്റെ വേദന. അപ്പോൾ ചേട്ടൻ്റെ അച്ഛനിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു നല്ല ക്വാളിറ്റി എന്തായിരിക്കും? ആരെയും വെട്ടിക്കാതെയൊക്കെ അങ്ങനെ ജീവിക്കണം, പണിയെടുത്ത് ജീവിക്കണം. അതാണ് ചേട്ടനിപ്പോൾ മക്കൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം എന്തായിരിക്കും? അതൊക്കെ തന്നെയാണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്ഷമ. എന്നെ ഇപ്പം ഇത്ര ആൾ ക്ഷമിച്ച്, അതാണ് ആ ഒരു ക്ഷമയുടെ ഇത് തന്നെ. ഇനി ചേട്ടന് നാളെ മക്കൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ആ കൊടുക്കാൻ പോകുന്ന ഒരു ഉപദേശം? അല്ല, എൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്രീഡം എന്നുള്ളൊരു സംഭവമാണ്. എന്നുവെച്ചാൽ എന്തും ചെയ്യാം. ഇപ്പോൾ കുറേ റെസ്ട്രിക്ഷൻസ് വരുമ്പോഴാണ് അത് പൊളിക്കാൻ വേണ്ടിയിട്ട് തോന്നണത്. അങ്ങനെ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും എനിക്ക് ഇതുവരെയായിട്ട് അങ്ങനെ തന്നിട്ടില്ല. ജോളി ഹാപ്പി മൂഡാണ്. വേണ്ടാത്ത കാര്യം അപ്പം തന്നെ ക്വിറ്റ് ചെയ്യുക. അത് എന്ത് തന്നെ വാല്യൂ ഉള്ള സംഭവമായിരുന്നാലും നമുക്ക് സ്യൂട്ടാവണമെന്ന് തോന്നിയ എത്ര വാല്യൂ ഉള്ള സംഭവമായിരുന്നാലും ആ നിമിഷം നമുക്ക് കളയാൻ പറ്റുന്നതാണ് എൻ്റെ അച്ഛൻ്റെ എന്ന് പഠിച്ച കാലം. നമ്മളെല്ലാ അച്ഛൻ്റെ നിന്നാണല്ല കാര്യങ്ങൾ പഠിക്കാറ്. ആദ്യമൊക്കെ തെറ്റാണെന്ന് തോന്നിയാലും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതെല്ലാം ശരിയാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ജനറേഷന് പകർന്നു വെക്കാൻ പറ്റുന്ന ഒരു ഫാദർ ക്വാളിറ്റി എന്തായിരിക്കും ചേട്ടൻ്റെ മക്കൾക്ക്? അതായത് എപ്പോഴും നമ്മൾ ഈ പിള്ളേരെ വളർത്തുമ്പോൾ ഞാനും വളർത്തുന്നുണ്ട്. നാളത്തെ പിള്ളേരെ ഇന്നലത്തെ നമ്മൾ ഇന്ന് വളർത്തുന്നു. മിക്കവാറും അപ്ഡേഷൻ ആവാൻ ശ്രമിക്കുക. നാളത്തെ മൈൻഡ് സെറ്റ് നമ്മൾ അവരോടൊപ്പം എത്താൻ ശ്രമിക്കുക. അവരൊരിക്കലും നമ്മളെ ചിന്തകളിലോട്ട് ബാക്ക്വേർഡ് പിടിച്ചിടാൻ നോക്കരുത്. മുമ്പാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പം എൻ്റെ വീട്ടിൽ നമ്മുടെ എക്സാമ്പിൾ തന്നെ എടുക്കുക. എങ്ങനെയാണ് ₹1 മിച്ചം പിടിക്കുന്നതെന്നാണ് നോക്കുന്നത്. ഇന്നത്തെ പിള്ളേരുടെ അത് പറഞ്ഞാൽ പറ്റില്ല. അവർക്ക് എങ്ങനെ ഏണിങ്സ് കൂട്ടാമെന്ന് പഠിപ്പിച്ചു കൊടുക്കുക, എൻജോയ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുക. മാക്സിമം നമ്മളൊരു കാർ എടുത്തു കഴിഞ്ഞാൽ പ്രീമിയം കാർ വാങ്ങിച്ചു കൊടുക്കുക. അതപ്പോൾ അതിൽ നിന്ന് അവർക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ അവരെന്ത് ചെയ്യും, അത് അഫോർഡ് ചെയ്ത് അതിൽ നിന്ന് അവർക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി അവർ വർക്ക് ചെയ്യും. ചേട്ടൻ്റെ ഫാദറിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു നല്ല ക്വാളിറ്റി എന്തായിരിക്കും? ഫാദറിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എടുത്തു പറയാൻ പറ്റുന്നത് പ്രൊട്ടക്ഷൻ തന്നെയാണ്. അതായത് അപ്പനെ മക്കളെയും അമ്മയൊക്കെ ആണെങ്കിലും കവർ ചെയ്ത് പിടിക്കുക എന്നുള്ളത് ഫാദറിൻ്റെ വലിയൊരു ക്വാളിറ്റിയാണ്. ബൈ മീൻസ് ഓഫ് ഫിനാൻസ്, ലെതർ. എങ്ങനെയായിരുന്നു ശരിക്കും അച്ഛൻ ഈ ചെറിയ പ്രായത്തിലൊക്കെ? ചെറിയ പ്രായത്തിലെ ഓർമ്മകളൊന്നും അങ്ങനെ കരുവിട്ടില്ല. എങ്കിലും പുള്ളി എന്താ പറയുന്നത്, മറ്റുള്ളവരെ മുമ്പിൽ ചെറുതാവാതെ നോക്കാനായിട്ട് ശ്രമിക്കുന്ന പുള്ളിയാണ്. അതാണ് വലിയൊരു ക്വാളിറ്റിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ജനറേഷന് സ്വന്തം മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഫാദർ ക്വാളിറ്റി എന്തായിരിക്കും? ഇന്നത്തെ ജനറേഷൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഫാദറും മദറെല്ലാം സോഷ്യൽ സെറ്റപ്പ് അല്ലേ. സോഷ്യലി അതൊരു മാറി കുറച്ച് റെസ്പെക്ട്ഫുള്ളായിട്ട് പെരുമാറിയ കൊള്ളാവുന്നൊരു തോന്നലുണ്ട്. പറഞ്ഞാൽ പഴയ കാലഘട്ടത്തിലൊക്കെ അപ്പനോടുള്ള ഒരു റെസ്പെക്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി വരുന്ന ജനറേഷൻ ഒരു റെസ്പെക്റ്റ് കൊടുക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. അച്ഛയ്യ ഭയങ്കര സൗമ്യമായിട്ടുള്ള ആളാണ്. പക്ഷേ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഓപ്പോസിറ്റ് ആണ്. എന്നാലും കൂടുതലും അമ്മേനെക്കാളും കൂടുതലും എനിക്ക് കിട്ടിയേക്കണത് ഫുൾ അച്ഛയുടെ സ്വഭാവവും കാര്യങ്ങളും. അത് തന്നെ ഏറ്റവും വലിയ. അച്ഛന് എത്ര മാർക്ക് കൊടുക്കുന്ന പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും പറയുകയാണെങ്കിൽ? നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും
എന്നാലും 10 ഔട്ട് ഓഫ് 10. പെൺകുട്ടികളോട് ചോദിക്കുകയാണെങ്കിൽ പൊതുവേ അവർ പറയും എൻ്റെ ഹീറോ ആരാന്ന് വെച്ചാൽ എൻ്റെ അച്ഛനാണെന്നേ പറയുള്ളൂ. അതേപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ അച്ഛൻ എപ്പോഴും പെർഫെക്റ്റ്. ഫ്യൂച്ചറിലേക്ക് സ്വന്തം മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ക്വാളിറ്റി എങ്ങനെ എന്തായിരിക്കും? ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്താ പറയുക, എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ത് പ്രശ്നം ഉണ്ടായാലും പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളത്. നെഗറ്റീവ് അടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ മക്കളും അങ്ങനെ ആയിരിക്കണം. എന്ത് കാര്യം പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളത്, അതാണ് ഏറ്റവും വലിയ കാര്യം. ഫാദേഴ്സ് ഡേ ബ്രോയുടെ ഫാദറിൽ പഠിച്ചിട്ടുള്ള ഒരു നല്ല ക്വാളിറ്റി എന്തായിരിക്കും? ഒരു നല്ല മനുഷ്യനാണ്. അച്ഛൻ തന്നിട്ടുള്ള ഒരു ഉപദേശം എന്താ? ഇപ്പം ഇന്നലെയും കൂടി തന്നോളൂ. 10ാം ക്ലാസ്സാണ് ഞാൻ. അപ്പോൾ ഫുൾ A+ പാസ്സാണ്. അതാണ്. നീ ബ്രോ നാളൊരു ഫാദറൊക്കെ ആവുകയാണെങ്കിൽ കൊടുക്കാൻ പറ്റുന്നൊരു ഉപദേശം എന്തായിരിക്കും? ഒരു നല്ല ആളാണ്. വളരെ മക്കളെ സ്നേഹിച്ചൊക്കെ വളർത്തിയത്. അങ്ങനെ ഞങ്ങൾ 2 പേരാണ് ആ മക്കൾ. 2 പെണ്ണുങ്ങൾ 2 പേരെ ഭംഗിയായിട്ട് കല്യാണം കഴിച്ചു കൊടുത്ത് ഞങ്ങൾ ജോലിയായി. ഇപ്പം ഞാൻ റിട്ടയർഡായി. എനിക്ക് 66 വയസ്സായി. പറയാലേ ഇപ്പം ഇതൊക്കെ മനസ്സിലായില്ലേ. ഇപ്പം ഞാൻ ഹാപ്പിയാണ്. എനിക്ക് 2 മക്കളും ഒരു പെണ്ണൂരാണ്. അവർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ഫാദർ ക്വാളിറ്റി എന്തായിരിക്കും? അല്ല, അവർ വളരെ നന്നായിട്ട് ജീവിക്കണം കൊടുത്തത്. 2 പേർക്കും. ഒരാൾക്ക് മക്കളായി, ഒരാളുടെ വൈഫ് ഗർഭിണിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങളുടെ ലൈഫൊക്കെ സ്വന്തം വീടാണ്. വൈകുന്നേരം നടക്കാൻ വരും, ഒരു റൗണ്ട് എടുക്കും, തിരിച്ചു പോകും. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ക്വാളിറ്റി എന്ന് പറയാനായിട്ട് ആരോടും ഒന്നുമില്ല. അവരവരുടെ സ്വന്തം കാര്യം. മോള് സ്വന്തമായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കി വെക്കണം. മരുമോൻ ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ മോൻ വീഡിയോഗ്രാഫറാണ്. മോൻ സ്ഥലത്തിൽ മോൻ മാർക്കറ്റിലായിട്ടാണ്. ചേട്ടാ ടോപ്പിക് എന്താ? ഫാദേഴ്സ് ഡേ. ഞാൻ ഫാദറല്ല ബ്രോ. ജൂൺ 16 ഫാദേഴ്സ് ഡേ ആണ്. അപ്പോൾ ബ്രോയുടെ ഫാദറിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു നല്ല ക്വാളിറ്റി എന്തായിരിക്കും? എൻ്റെ ഫാദറിനെ പഠിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, കോൺഫിഡൻസ്. പുള്ളിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അതായത് എന്ത് കാര്യത്തിനെയും നേരിടാൻ പറ്റുമെന്നുള്ളൊരു കാര്യം പുള്ളിക്കുണ്ട്. അതിൽ എത്ര വലിയ പ്രശ്നം വന്നാലും അതിനെ നോക്കാം നമ്മൾക്കൊന്നും അതൊന്നും അറിയിക്കാതെ പുള്ളി തന്നെ കൊണ്ട് നടന്ന് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അത് പഠിച്ചതാണ്. കാരണം എന്ത് വെച്ചാലും നമുക്ക് നേരിടാൻ പറ്റും. കുറച്ച് ഭയങ്കര ക്ഷമയുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പുള്ളി കുറേ ടെൻഷൻ ഉണ്ടെങ്കിലും പുറത്ത് നമ്മളൊന്നും കാണിക്കാതിരിക്കും. അതൊക്കെയാണ് ഞാൻ പഠിച്ചത്. ബ്രോയുടെ മക്കൾക്ക് അങ്ങനെ പകർന്നു കൊടുക്കാൻ പറ്റുന്ന അതിനകത്ത് തന്നെ നല്ല ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. എൻ്റെ അച്ഛൻ ബ്രോ ഫാദറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനായി കഴിഞ്ഞാൽ ഞാൻ പറയും, എന്താ പറയുക, അവർക്ക് ഇഷ്ടമുള്ളത് പോലെ പോകാൻ വേണ്ടി പറയാം. അല്ലാതെ എൻ്റെ ക്വാളിറ്റീസ്, അവർക്കുള്ള ക്വാളിറ്റീസിൽ എന്തെങ്കിലും ബാഡ് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ എൻ്റെ ക്വാളിറ്റി കാണണം എന്നൊന്നുമില്ല. ഞാൻ അങ്ങനെ പറയാറൊന്നുമില്ല. അല്ലാതെ വല്ലതും ഉണ്ടെങ്കിൽ എടുക്കും. നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തേ. അവർ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. മനസ്സിലാക്കിയെടുത്തില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ബ്രോയുടെ ഫാദറിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു നല്ല ക്വാളിറ്റി ഡോണ്ട് ഗിവ് അപ്പ്. ബ്രോയുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്ന ഒരു ക്വാളിറ്റി എന്തായിരിക്കും? അത് തന്നെ ആയിരിക്കും. ഡോണ്ട് ഗിവ് അപ്പ്. ബ്രോയുടെ പറയും സെയിം, ഡോണ്ട് ഗീവ് അപ്പ്. പുള്ളി എയർഫോഴ്സ് ആയിരുന്നു ഫസ്റ്റ്. പുള്ളിക്ക് വേണമെങ്കിൽ അതിൻ്റെ പെൻഷൻ വായിച്ച് ഇപ്പോഴും. എന്നിട്ട് അയാൾ LD ക്ലർക്ക് എഴുതി അതിന് കഴിഞ്ഞിട്ട് അവിടെ കയറി. അപ്പം ഒരു സമയം ഇപ്പം കറൻ്റ്ലി പെൻഷനും സാലറിയും കൂടെ 10,60,70,000 വായിക്കും പുള്ളി. എന്നിട്ട് ഇപ്പോൾ ഇത് കട തുടങ്ങി, കടയിൽ നിൽക്കുക, ഭയങ്കര ഡിറ്റർമിനേഷനാണ്. അപ്പോൾ അതൊരു എനിക്കൊരു പ്രചോദനമാണ്. ബ്രോയുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം? സെയിം, ഡോണ്ട് ഗീവ് അപ്പ്. ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ ബ്രോ, താങ്ക്സ്. നല്ല ക്വാളിറ്റിയോ അല്ല, പുള്ളി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. എന്താ സംഭവം വെച്ചാൽ പുള്ളി എന്നെക്കാളും ഏജ് കുറവുള്ള ടൈമിൽ, എനിക്കിപ്പോൾ ഒരു 23 വയസ്സുണ്ട്. അപ്പോൾ അതിലും താഴത്തെ പ്രായത്തിൽ പാപ്പാടെ കല്യാണമൊക്കെ കഴിഞ്ഞത്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ പാപ്പാടെ കുറച്ച് ഫാമിലി ഇഷ്യൂസൊക്കെ കൊണ്ട് അവർക്ക് പിന്നെ ആരും നോക്കാനൊന്നും ആരും ഇല്ലാണ്ടായി. അപ്പോഴത്തേക്ക് ആ ഫാമിലി എല്ലാവരും കൂടെ ചേർന്ന് ഒരു മാരേജ് ലൈഫൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് തമ്മിൽ നോക്കാനും പിന്നെ ഒരു റെസ്പോൺസിബിലിറ്റീസൊക്കെ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിടിച്ച് കെട്ടിച്ച്. പക്ഷെ അതിന് ശേഷം റെസ്പോൺസിബിലിറ്റീസ് കൂടി. ആ ടൈമിൽ പാപ്പാക്ക് പ്രോപ്പറായിട്ടൊരു ജോലി പോലും ഇല്ലായിരുന്നു. അപ്പം അതിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ബിൽഡ് ചെയ്ത് ഇപ്പം ഈ ഒരു ലെവൽ ഓഫ് ഇപ്പം വാപ്പായെ കൊണ്ട് പറ്റുന്നത്രയും ബിൽഡ് ചെയ്ത് ഒരു വീടൊക്കെ വെച്ച് വാപ്പ സ്വന്തമായിട്ട്, വാപ്പയെ പുറകിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. ജസ്റ്റ് ചെറിയ സാലറിയിൽ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പം അത്യാവശ്യം നല്ലൊരു വീട് വെച്ച് ഒരു വണ്ടിയുണ്ട്. എല്ലാം വാപ്പ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഹെൽപ്പ് ചെയ്തത്. അതുപോലെ ഞങ്ങൾ 3 മക്കളാണ്. ഞങ്ങൾ 3 പേരെ പഠിപ്പിച്ച് എല്ലാം അത്യാവശ്യം നല്ല പൈസ ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാം ഒറ്റയ്ക്ക് ചെയ്തില്ലേ പുള്ളി. അപ്പം അതാണ് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി. പുള്ളി അത്രയും കഷ്ടപ്പെടുന്നില്ലേ. ബ്രോയുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ക്വാളിറ്റി എന്തായിരിക്കും? എൻ്റെ ആർക്കോ അങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ ലൈഫിൽ നമ്മൾ ഈ ഇപ്പം ലൈക്ക് എല്ലാവരും ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടുകാരെ നോക്കുന്നില്ലല്ലോ, സ്വന്തം ഒരു ഇത് നോക്കി പോവല്ലേ. അപ്പം അവർ നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പഠിപ്പിച്ചിട്ട് നമ്മളെ എന്തെങ്കിലും ഒരു ഇത് പ്രതീക്ഷിച്ചിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പം അങ്ങനെ ആവാണ്ടിരിക്കും, ഇതുപോലെ അവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അതായിരിക്കും. അപ്പോൾ ഈ ഫാദേഴ്സ് ഡേയിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കുക എന്നുള്ളൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു, അപ്പോൾ ഒരു 2 വർഷമായി മരിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അച്ഛനിൽ മിസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ഉപദേശിച്ച കാര്യങ്ങളായാലും അച്ഛൻ എന്നുള്ളൊരു സ്നേഹമാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത്. അപ്പോൾ ഉള്ള സമയത്ത് നമുക്ക് അതിൻ്റെ വില ഉണ്ടാവില്ല. എന്തായാലും കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില ഉള്ളപ്പോൾ ഇല്ലാത്ത പോലെയാണ്. അച്ഛനില്ലെങ്കിലാണ് ഇപ്പം എനിക്ക് മനസ്സിലാവണം എത്രത്തോളം വില ഉണ്ടെന്നുള്ളത്. അച്ഛൻ നമുക്ക് സ്നേഹിക്കുന്നവർ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഏറ്റവും ഇൻഫ്ലുവൻസ് എന്താണ് നമുക്ക് അവൾ നഷ്ടപ്പെടുമ്പോഴാണ് മനസ്സിലാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഉള്ള സമയം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ എനിക്ക് ക്വാളിറ്റി ട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബ്രോ ഒരു ഫാദർ ആവുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ക്വാളിറ്റി എന്തായിരിക്കും? വാല്യൂസിന് പ്രയോറിറ്റി കൊടുക്കുക. നല്ല ക്വാളിറ്റി വെച്ചാൽ നമ്മളെ നന്നായി നോക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി അതന്നെ. ബ്രോ ഒരു ഫാദർ എന്ന എനിക്ക് എത്ര മാർക്ക് കൊടുക്കും? നമുക്ക് ആ മാർക്ക് ഇടാൻ പറ്റില്ല, എന്നാലും ഫാദറിന് അങ്ങനെ മാർക്ക് കൊടുക്കാൻ പറ്റൂല. ഹലോ അച്ഛൻ അമ്മ എല്ലാം ഒരേപോലെ തന്നെ ഒരു രീതിയിൽ. ബ്രോ ഫാദറൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും മക്കൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം? അതിപ്പോൾ മുന്നോട്ടേക്ക് പോയൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് തീരും മനസ്സിലാവും നമ്മൾ കാഴ്ചപ്പാടിൽ നമ്മൾ ഒരു ഫാദേഴ്സ് ഡേ ആണ് ജൂൺ 16. അപ്പോൾ ബ്രോയുടെ ഫാദറിൽ പഠിച്ചിട്ടുള്ള ഒരു നല്ല ക്വാളിറ്റി എന്തായിരിക്കും? അവിടെ അങ്ങനെ ആരെയും പറ്റിക്കാൻ ആ പരിപാടിയൊന്നുമില്ല. ഭയങ്കര അത് നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നിട്ടുണ്ട്. ഇതിനെന്താ എല്ലാവരും സഹായിക്കാൻ നോക്കും. നെക്സ്റ്റ് ജനറേഷന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി എന്തായിരിക്കും? ബ്രോയ്ക്ക് ഒരു മകനോ മകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ പറയും, അത്രേ ഉള്ളൂ. എൻ്റെ അച്ഛൻ നല്ല ക്ഷമയുള്ള ഒരാളാണ്. അത് തന്നെ എനിക്ക് വലിയൊരു ഇത് തന്നെയാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ സ്വയം മിക്ക കാര്യങ്ങളിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും, ക്ഷമിക്കുകയൊക്കെ ചെയ്യണം. എൻ്റെ അച്ഛൻ മരിച്ചുപോയി, ഇപ്പോൾ 7 വർഷമാവുന്നു. എങ്കിൽ പോലും അച്ഛനിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ചതാണ്. എൻ്റെ മോളും അച്ഛനെ കണ്ടാണ് സത്യം പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ക്വാളിറ്റി പഠിക്കാൻ ആളെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ പഠിക്കേണ്ട വന്നിട്ടില്ല. എൻ്റെ അച്ഛൻ ഞാൻ മാരീഡാണ്. പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ നല്ല ഫ്രണ്ട്ലിയാണ് ആൾ. അപ്പോൾ നമ്മുടെ കൂടെ എപ്പോഴും നമുക്ക് എന്താവശ്യത്തിനും അച്ഛൻ ഉണ്ട് എന്നൊരു ധൈര്യം അതെപ്പോഴും ജീവിതകാല അവസാനം വരെ ഉണ്ടാവും. അതാണ് ഞാൻ കണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റി. ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ അച്ഛനോളം വേറെ ഒന്നും വരത്തില്ല ലോകത്തിൽ. അവരുടെ സ്നേഹമാണ് പ്യുവറായിട്ടുള്ളത്.